അധ്യായം 1. തൊടിയിലെ ഓർമ്മകളും മതിലിനപ്പുറത്തെ സ്വപ്നങ്ങളും. ചെറിയാതൊരു കുന്നിൻ ചെരുവിലാണ് കൈരളിത്തൊടി എന്ന ആ ചെറിയ വീട് നിന്നിരുന്നത്. നാലുപാടും മതിലിട്ട് കെട്ടിയ അതിർത്തിക്കപ്പുറത്താണ് ഐശ്വര്യ ബംഗ്ലാവ്. മതിലിന് അപ്പുറവും ഇപ്പുറവും പോലെയായിരുന്നു സുദർശന്റെയും സുധു ആതിരയുടെയും ജീവിതങ്ങൾ. സുദർശൻ, സുധു, 28 വയസ്സ്. മണ്ണിൽ പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ. അവന്റെ ദേഹമാസകലം മണ്ണിന്റെയും വിയർപ്പിന്റെയും ഗന്ധമുണ്ടായിരുന്നു. അച്ഛൻ നേരത്തെ മരിച്ചതോടെ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അവന്റെ ചുമലിലായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള അമ്മ, പഠിക്കുന്ന 2 അനുജത്തിമാർ, കടം കയറിയ കൃഷിഭൂമി. അവന്റെ ചിന്തകളിൽ നിറയെ പ്രാരാബ്ധങ്ങൾ മാത്രമായിരുന്നു. കൈതപ്പൂ പോലെ സുന്ദരമായ അവൻ ജീവിതം മണ്ണിന്റെ നിറമുള്ള യാഥാർത്ഥ്യങ്ങളിൽ കുരുങ്ങിക്കിടന്നു. ആതിര, 27 വയസ്സ്. ഡോക്ടർ. സൗന്ദര്യവും സമ്പന്നതയുമുള്ള ലോകം അവളുടേതായിരുന്നു. നഗരത്തിലെ വലിയ ആശുപത്രിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി. അവൾക്ക് ലോകം കീഴടക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവളുടെ ലോകമെന്നും മതിലിനപ്പുറത്തെ സുദർശൻ എന്ന കർഷകന്റെ മുറ്റത്ത് തങ്ങി നിന്നു. സുദർശനെ അവൾ ആദ്യമായി കാണുന്നത് 7-ാം വയസ്സിലാണ്. വീടിന് പിന്നിലെ കുന്നിൻ ചെരുവിൽ നിന്ന് വീണ അവളെ ചെളിപറ്റിയ കൈകളോടെ അവൻ കോരിയെടുത്തപ്പോൾ ആതിര ആദ്യമായി അവനോട് തോന്നിയ ആരാധന വർഷങ്ങൾ കഴിയുന്തോറും പ്രണയമായി വളർന്നു. മതിലിനപ്പുറമിരുന്ന് അവൾ അവന്റെ ഓരോ ചലനവും ശ്രദ്ധിച്ചു. സൂര്യൻ ഉദിക്കുമ്പോൾ തോളിൽ കിളച്ച മൺവെട്ടിയുമായി പാടത്തേക്ക് പോകുന്നതും സന്ധ്യയ്ക്ക് ക്ഷീണിച്ചവശനായി തിരികെ വരുന്നതും. അവൾക്കറിയാമായിരുന്നു, അവരുടെ ലോകങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. ഒരു ദിവസം ആതിരയുടെ വണ്ടി മതിലിനരികിലൂടെ കടന്നുപോകുമ്പോൾ സുദർശൻ പണിക്കിടയിൽ നിവർന്നുനിന്ന് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ഒരു ചിരി മതിയായിരുന്നു വർഷങ്ങളോളം അവൾ ഉള്ളിൽ കൊണ്ടു നടന്ന തീവ്രമായ പ്രണയത്തിന് ഒരു വഴി തുറക്കാൻ. അന്ന് രാത്രി മഴ ചാറുന്നുണ്ടായിരുന്നു. കയ്യിലെ ഒരു കത്തുമായി, ഡോക്ടറുടെ കോട്ടിന്റെ ഭംഗിയേക്കാൾ ധൈര്യം നൽകിയ പ്രണയത്തിന്റെ ഊർജവുമായി ആതിര മതിലിന്റെ ഗേറ്റ് തുറന്ന് സുദർശന്റെ വീട്ടിലേക്ക് നടന്നു. മുറ്റത്ത് കണ്ടപ്പോൾ സുദർശൻ അമ്പരന്നു. ആതിരയോ, ഈ പാതിരാത്രിയിൽ എന്താ ഇവിടെ? അവളുടെ ഹൃദയം പെരുമ്പറകൊട്ടി. കത്ത് അവന് നേരെ നീട്ടി അവൾ പറഞ്ഞു, എനിക്കെന്തോ സുദർശനോട് സംസാരിക്കാനുണ്ട്. അവൾ കാത്തിരുന്ന നിമിഷമായിരുന്നു അത്. മറുപടി അറിയാമെങ്കിലും അവന്റെ ചുണ്ടിൽ നിന്ന് കേൾക്കാൻ കൊതിച്ച മറുപടി. സുദർശൻ കത്ത് വാങ്ങിയില്ല. അവൻ പുഞ്ചിരിച്ചു. പക്ഷേ ആ പുഞ്ചിരിയിൽ വിഷാദത്തിന്റെ കറുപ്പ് കലർന്നിരുന്നു. ആതിര, നീ ഡോക്ടറാണ്. വലിയ കുടുംബത്തിലെ കുട്ടിയാണ്. നിന്റെ ലോകം എവിടെയാണ്? എന്റെ ലോകം എവിടെയാണ്? നീ ഈ മതിലിനപ്പുറത്തേക്ക് വെറുതെ എത്തി നോക്കുകയാണ്. അത്രയുള്ളൂ. നമുക്ക് ചേരില്ല. ഒരിക്കലും. അവളുടെ പ്രതീക്ഷകൾ ആ മഴയിൽ കുതിർന്ന് നിലംപൊത്തി. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പണം നോക്കിയല്ല സ്നേഹിക്കുന്നത്. അവൾക്ക് കരച്ചിലടക്കാനായില്ല. അതല്ല ആതിര, നിനക്ക് ലോകം കീഴടക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ എന്റെ ലോകം ഈ മണ്ണിൽ ഒതുങ്ങിപ്പോയതാണ്. എന്റെ പ്രാരാബ്ധങ്ങൾ നിനക്ക് താങ്ങാൻ കഴിയില്ല. നീ തിരിച്ചു പോവുക. നിനക്ക് ചേരുന്ന നല്ലൊരാളെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാകും. സുദർശന്റെ കണ്ണുകളിൽ വേദനയുണ്ടായിരുന്നു. പ്രണയമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് പ്രണയത്തേക്കാൾ വലുതായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അവനെ പിന്നോട്ട് വലിക്കുകയായിരുന്നു. ആതിരയൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു. മഴത്തുള്ളികൾ കണ്ണീരിന്റെ ഉപ്പുരസം കുറച്ചതല്ലാതെ അവളുടെ മനസ്സിലെ വേദനയുടെ ജീവിതത്തിലെ വഴിത്തിരിവായ നിമിഷങ്ങളാണിത്. അധ്യായം 2. അടഞ്ഞ വാതിലുകളും അരങ്ങേറുന്ന വിവാഹാലോചനകളും. സുദർശനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത മറുപടി ലഭിച്ച ശേഷം ആതിരയുടെ ദിവസങ്ങൾ മുന്നോട്ടു പോയത് ഒരു യന്ത്രം പോലെയായിരുന്നു. ജോലിയിൽ അവൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും മതിലിനപ്പുറത്തെ ആ മൺകൂരിയും സുദർശന്റെ ക്ഷീണിച്ച മുഖവും അവളെ വേട്ടയാടി. അവളുടെ ലോകം ശരിക്കും ഇരുട്ട് നിറഞ്ഞതായി. അമ്മയുടെയും അച്ഛന്റെയും നിർബന്ധത്തിന് വഴങ്ങി അവൾ വിവാഹാലോചനകൾക്ക് സമ്മതിച്ചു. ഡോക്ടർ രഞ്ജിത്ത് മേനോൻ, നഗരത്തിലെ പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ്. സൗന്ദര്യവും സ്ഥാനമാനങ്ങളുമുള്ളവൻ. ഐശ്വര്യ ബംഗ്ലാവിന് ചേർന്ന ബന്ധം. ആതിര, രഞ്ജിത്ത് വളരെ നല്ല പയ്യനാണ്. നിനക്ക് എല്ലാ തരത്തിലും ചേർന്നവൻ, അച്ഛൻ വിശ്വനാഥൻ പറഞ്ഞു. അവൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. കാരണം അവൾക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് സുദർശൻ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ഇനി മറ്റൊരാൾക്ക് ജീവിതം നൽകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് വിധിയുടെ നിശ്ചയപ്രകാരമാണ് എന്ന് അവൾ സ്വയം വിശ്വസിപ്പിച്ചു. വിവാഹ നിശ്ചയം വേഗത്തിൽ നടന്നു. പട്ടും സ്വർണവും തിളങ്ങിയ ആ വേദിയിൽ ആതിര ഒരു പ്രതിമയെപ്പോലെ പുഞ്ചിരിച്ചു നിന്നു. സുദർശൻ ആ രംഗം കണ്ടില്ല. അവൻ അപ്പോഴും പാടത്തെ കട്ടമണ്ണിൽ പ്രാണൻ പണിയുകയായിരുന്നു. ദിവസങ്ങൾ ചിറകു വിരിച്ചു പറന്നു. വിവാഹത്തിന്റെ തലേന്ന് രാത്രി ഐശ്വര്യ ബംഗ്ലാവ് ദീപാലങ്കാരത്തിൽ തിളങ്ങി നിന്നു. അടുത്ത ദിവസം രാവിലെ വിവാഹമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും നിറഞ്ഞ വീട് കല്യാണ തിരക്കിൽ മുഴുകിയിരിക്കുന്നു. അർദ്ധരാത്രി ആതിരയുടെ മുറി. വെളുത്ത വിവാഹ വസ്ത്രങ്ങൾ അലമാരയിൽ തൂങ്ങിക്കിടന്നു. രഞ്ജിത്ത് സമ്മാനിച്ച വജ്രമാല മേശപ്പുറത്ത് തിളങ്ങി. പക്ഷേ അതൊന്നും അവളുടെ കണ്ണിൽ പതിഞ്ഞില്ല.
അവളുടെ ഓർമ്മയിൽ അപ്പോഴും സുദർശന്റെ കണ്ണുകളിലെ വേദനയായിരുന്നു. നിനക്ക് ഞാൻ ചേരില്ല എന്ന് അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. എനിക്കിത് കഴിയില്ല. അയാളെ മറന്ന് എനിക്കൊരു ജീവിതം തുടങ്ങാൻ സാധിക്കില്ല. എന്റെ സ്നേഹം അംഗീകരിക്കാൻ കഴിയാത്ത ഈ ജീവിതം എന്തിനാണ്? ആതിരയുടെ കണ്ണുകൾ മുറിയിലെ മരുന്നുകൾ സൂക്ഷിക്കുന്ന ബോക്സിലേക്ക് നീണ്ടു. ഒരു ഡോക്ടറായ അവൾക്കറിയാമായിരുന്നു എത്ര അളവിലുള്ള ഉറക്ക ഗുളികകളാണ് ഒരു ജീവിതത്തെ അവസാനിപ്പിക്കാൻ വേണ്ടതെന്ന്. അവൾ വിറയ്ക്കുന്ന കൈകളോടെ മരുന്നുകൾ എടുത്തു. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു. ഓരോ ഗുളികയായി വായിലേക്ക് വെച്ചു. വിഴുങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് അവളുടെ മനസ്സ് അവസാനമായി ഒന്ന് പിടഞ്ഞു. എന്റെ പ്രണയം, ഞാൻ ഒരു വാക്കുപോലും തുറന്നു പറയാതെ പോവുകയാണോ? അച്ഛനും അമ്മയ്ക്കും എന്നോട് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് പറയാതെ ഞാൻ പോവുകയാണോ? ആതിര പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. ഗുളികകൾ നിലത്ത് ചിതറി വീണു. കരച്ചിലിന്റെ ശബ്ദം കേട്ട് അച്ഛൻ വിശ്വനാഥൻ മുറിയിലേക്ക് ഓടിയെത്തി. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു. നിലത്ത് ചിതറിക്കിടക്കുന്ന ഗുളികകൾ, ഭ്രാന്തിയെപ്പോലെ കരയുന്ന മകൾ. വിശ്വനാഥൻ മകളെ കോരിയെടുത്ത് കട്ടിലിലിരുത്തി. ആതിര, എന്താണിത്? എന്താ മോളെ സംഭവിച്ചത്? നാളെ നിന്റെ കല്യാണമാണ്. ആതിര അച്ഛന്റെ നെഞ്ചിൽ മുഖമമർത്തി വർഷങ്ങളായി ഉള്ളിൽ ഒതുക്കിവെച്ച വേദന മൊത്തം പുറത്തേക്കൊഴുകി. അച്ഛ, എനിക്ക് ഈ കല്യാണം വേണ്ട. എനിക്ക് രഞ്ജിത്തിനെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? നിനക്കെന്തെങ്കിലും വിഷമമുണ്ടായിരുന്നോ? അച്ഛൻ പരിഭ്രമിച്ചു. അവൾ പതിഞ്ഞ സ്വരത്തിൽ പക്ഷേ വ്യക്തമായി പറഞ്ഞു, എനിക്ക് സുദർശനെ ഇഷ്ടമാണ് അച്ഛാ. ഈ മതിലിനപ്പുറത്ത് താമസിക്കുന്ന കൃഷിക്കാരനെ, കുട്ടിക്കാലം മുതലേ. പക്ഷേ അയാൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു. വിശ്വനാഥൻ സ്തംഭിച്ചുപോയി. മകളുടെ സ്നേഹത്തിന്റെ ആഴം അയാൾ ആദ്യമായി മനസ്സിലാക്കി. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ കഴിവുള്ള മകൾ ഒരു സാധാരണക്കാരനായ കൃഷിക്കാരന് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. വിശ്വനാഥൻ മകളുടെ മുഖം കൈകളിലെടുത്തു. നീ കരയേണ്ട മോളെ. ഒരു നിമിഷം. നിനക്കുവേണ്ടി നിന്റെ അച്ഛൻ ഒരു വാക്ക് കൊടുക്കുകയാണ്. നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്കൊരു ജീവിതം ഞാൻ ഉണ്ടാക്കിത്തരും. പുലർച്ചെ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ വിശ്വനാഥൻ തീരുമാനിച്ചു. അമ്മയുടെയും ബന്ധുക്കളുടെയും ചോദ്യങ്ങൾക്കൊന്നും അയാൾ മറുപടി നൽകിയില്ല. അയാളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മകളുടെ സന്തോഷം. പ്രഭാതം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹ വീടിന്റെ തിരക്കുകളിൽ നിന്ന് വിശ്വനാഥൻ മതിലിനപ്പുറത്തെ കൈരളിത്തൊടി ലക്ഷ്യമാക്കി നടന്നു. സമയം പുലർച്ചെ 6 മണി. ഐശ്വര്യ ബംഗ്ലാവിന്റെ ഗേറ്റിലെ ദീപാലങ്കാരങ്ങൾ അണഞ്ഞിരുന്നില്ല. പക്ഷേ മുറ്റത്തെ തിരക്ക് ശമിച്ചിരുന്നു. ആ സമാധാനത്തെ ഭഞ്ജിച്ചുകൊണ്ട് വിശ്വനാഥൻ വിലയേറിയ വേഷം പോലും ശ്രദ്ധിക്കാതെ കൈരളിത്തൊടിയുടെ ചെറിയ മൺവഴിയെ നടന്നു. ചെറിയാതൊരു ഓടിട്ട വീടാണ് സുദർശന്റേത്. മുറ്റത്ത് കിളച്ച മണ്ണിൽ നിന്നും വരുന്ന ചാണകത്തിന്റെ നേർത്ത ഗന്ധം. സുദർശൻ അപ്പോഴേക്കും എഴുന്നേറ്റ് തൊടിയിലെ പശുക്കൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു. പ്രമുഖ വ്യവസായിയും ഡോക്ടർ ആതിരയുടെ പിതാവുമായ വിശ്വനാഥൻ തന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് കണ്ട് സുദർശൻ ഞെട്ടി. അവൻ കയ്യിലെ പാത്രം താഴെ വെച്ച് വേഗം മുണ്ട് നേരെയാക്കി. സാറേ, എന്താ ഈ നേരത്ത്? അകത്തേക്ക് വരൂ, അവൻ പരിഭ്രമത്തോടെ പറഞ്ഞു. വിശ്വനാഥൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആ പുഞ്ചിരിയിൽ കല്യാണത്തലേന്നത്തെ പിരിമുറുക്കവും മകളുടെ വേദനയും ഉണ്ടായിരുന്നു. സുദർശൻ, ഞാൻ വന്നത് ഔപചാരിക കാര്യങ്ങൾ സംസാരിക്കാനല്ല, എന്റെ മകളെക്കുറിച്ച് സംസാരിക്കാനാണ്. സുദർശന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. ആതിരയ്ക്ക് സുഖമില്ലേ സാറേ? ഇന്നല്ലേ കല്യാണം? വിശ്വനാഥൻ തലയാട്ടി. അവളുടെ കല്യാണമാണ്. പക്ഷേ ആ കല്യാണം നടക്കില്ല. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ ലോകം ഉപേക്ഷിച്ചു പോകാൻ ശ്രമിച്ചു സുദർശൻ. ഈ വാക്കുകൾ സുദർശനെ അടിമുടി ഉലച്ചു. അവൻ തളർന്നുപോയി. ആതിരയോ? എന്തിനാണ് സാറേ? ഞാൻ കാരണമാണോ? അതെ, നീ കാരണം തന്നെ, വിശ്വനാഥൻ ശാന്തമായി പറഞ്ഞു. നിന്നെ അവൾക്ക് കുട്ടിക്കാലം മുതലേ ഇഷ്ടമാണ്. നീ അവളെ തള്ളിപ്പറഞ്ഞപ്പോൾ, നിന്റെ ലോകത്തേക്ക് തനിക്കിടമില്ലെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അവൾ ഈ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. സുദർശൻ തലകുനിച്ചു. സാറേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അവളെ സ്നേഹിക്കാഞ്ഞിട്ടല്ല. ഞാൻ എവിടെ, അവൾ എവിടെ? ഈ പ്രാരാബ്ധങ്ങൾ. ഞാൻ അവളെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? ഒരു ഡോക്ടറായ അവൾക്ക് ഈ പട്ടിണിപ്പാവത്തെ ചേരില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ്. സുദർശന്റെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ സ്നേഹം ഒരു തുറന്ന പുസ്തകം പോലെ വിശ്വനാഥൻ വായിച്ചെടുത്തു. മതി സുദർശൻ, ഈ ലോകത്ത് 2 തരം ദാരിദ്ര്യങ്ങളേ ഉള്ളൂ. പണത്തിന്റെ ദാരിദ്ര്യം, സ്നേഹത്തിന്റെ ദാരിദ്ര്യം. എന്റെ മകൾക്ക് വേണ്ടത് രണ്ടാമത്തേതാണ്. പണം എന്റെ കയ്യിലുണ്ട്. ഈ കൈരളിത്തൊടിയിലുള്ളതിനേക്കാൾ 100 മടങ്ങ് സ്വത്ത് എന്റെ മകൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ നിന്റെ സ്നേഹം, അത് നിന്റെ മാത്രം സ്വത്താണ്. അതെന്റെ മകൾക്ക് കൂടിയേ തീരൂ എന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. വിശ്വനാഥൻ അവന്റെ തോളിൽ കൈവച്ചു. എനിക്ക് എന്റെ മകൾ സന്തോഷത്തോടെ ജീവിക്കണം. ഡോക്ടറുടെ ഭാര്യയാകാനല്ല, നിന്റെ ഭാര്യയാകാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. നിന്റെ പ്രാരാബ്ധങ്ങൾ സുദർശൻ, ഇനി അത് എന്റെയും പ്രാരാബ്ധമാണ്. നമ്മൾ ഒരുമിച്ച് അത് തീർക്കും. നീ എന്റെ മകൾക്ക് സന്തോഷം കൊടുക്കുമോ? സുദർശൻ
വിശ്വനാഥന്റെ കാലിനു മുന്നിൽ മുട്ടുകുത്തിപ്പോയി. സമ്പന്നതയുടെ മനോഭാവമില്ലാതെ ഒരു സാധാരണ അച്ഛനായി വന്ന അയാളുടെ വാക്കുകൾക്ക് മുന്നിൽ അവന് പിടിച്ചു നിൽക്കാനായില്ല. അവന്റെ മനസ്സിലെ എല്ലാ മതിൽക്കെട്ടുകളും തകർന്നു വീണു. സാറേ, ഞാൻ ഞാൻ ആതിരയെ എന്റെ ജീവനെപ്പോലെ നോക്കിക്കോളാം. സ്നേഹത്തിൽ അവൾക്ക് ഒരു കുറവും വരുത്തുകയില്ല. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ആ നിമിഷം ആ കുന്നിൻ ചെരുവിലെ ചെറിയ വീട്ടുമുറ്റത്ത് രണ്ട് ലോകങ്ങൾ ഒന്നായി ചേർന്നു. വിശ്വനാഥൻ സുദർശനെ എഴുന്നേൽപ്പിച്ചു, സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ നീ പോയി കുളിച്ചൊരുങ്ങുക. നമുക്ക് ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് പോകണം. അവിടെ വിവാഹം മുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞ് എല്ലാവരും ടെൻഷനിലാണ്. രഞ്ജിത്തിനോട് ഞാൻ സംസാരിച്ചു. അവനും നല്ലൊരു മനസ്സാണ്. എന്റെ മകളുടെ സന്തോഷമാണ് വലുതെന്ന് അവനും മനസ്സിലാക്കി. സുദർശൻ ഒന്നും സംസാരിച്ചില്ല. പുതിയൊരു ജീവിതത്തിലേക്കുള്ള വഴി തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആ വലിയ മനുഷ്യനെ അവൻ അത്ഭുതത്തോടെ നോക്കി. അധ്യായം 4. പുനർജനിച്ച താലി. നേരം ഉച്ചയായി. വിവാഹ പന്തലിൽ ആകാംക്ഷയും അമ്പരപ്പും നിറഞ്ഞു നിന്നു. ഡോക്ടർ ആതിരയുടെ വിവാഹം മുടങ്ങി എന്ന വാർത്ത പരന്നുകഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിശ്വനാഥൻ തോളോടുതോൾ ചേർന്ന് സുദർശനൊപ്പം മണ്ഡപത്തിലേക്ക് കടന്നുവന്നത്. മണ്ണിന്റെ മണമുള്ള ഒരു സാധാരണ വെള്ള ഷർട്ടും മുണ്ടുമായിരുന്നു സുദർശന്റെ വേഷം. പക്ഷേ അവന്റെ കണ്ണുകളിൽ ആതിരയോടുള്ള സ്നേഹത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. ആതിരയെ കട്ടിലിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് വിശ്വനാഥൻ അവളെ അണിയിച്ചൊരുക്കി. എന്റെ മോളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു. മണ്ഡപത്തിൽ ഡോക്ടർ രഞ്ജിത്ത് മേനോൻ വന്നു. അയാൾ വിശ്വനാഥനെയും സുദർശനെയും നോക്കി ചിരിച്ചു. നല്ല തീരുമാനം വിശ്വനാഥൻ സാർ. ഞാൻ ആതിരയെ ഒരുപാട് ബഹുമാനിക്കുന്നു. സന്തോഷത്തോടെ ജീവിക്കൂ സുദർശൻ. വിവാഹത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സുദർശനും ആതിരയ്ക്കും വേണ്ടി പുനഃക്രമീകരിച്ചു. ആളുകളുടെ ഈരവ ശബ്ദങ്ങൾക്കിടയിൽ ആതിര സുദർശനെ നോക്കി. അവരുടെ കണ്ണുകൾ സംസാരിച്ചു. വർഷങ്ങളായി ഉള്ളിൽ ഒതുക്കിവെച്ച പ്രണയം ആ നിമിഷം അവൾക്ക് സ്വന്തമായി. മറ്റൊരാൾക്ക് വേണ്ടി ഒരുക്കിയ മണ്ഡപത്തിൽ വിശ്വനാഥൻ സ്വന്തം കൈകളാൽ സുദർശനെ സ്വീകരിച്ചു. സുദർശൻ ആതിരയുടെ കഴുത്തിൽ താലി കെട്ടി. ആ താലി സ്വർണത്തിൻ്റെതായിരുന്നില്ല. അത് മണ്ണിന്റെ മണവും പ്രണയത്തിന്റെ സത്യസന്ധതയും ഒരച്ഛന്റെ വാത്സല്യവും കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു പുതിയ ജീവിതത്തിന്റെ പ്രതീകമായിരുന്നു. മതിലിനപ്പുറത്തെ രണ്ട് ലോകങ്ങൾ ഒരൊറ്റ സ്നേഹത്തിന്റെ ലോകമായി മാറി. അപ്പോഴും കൈരളിത്തൊടിയിലെ കൃഷിഭൂമിയിൽ സൂര്യരശ്മി പതിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ഐശ്വര്യ ബംഗ്ലാവിന്റെ ജനലിലൂടെ പുതിയൊരു പ്രണയത്തിന്റെ വെളിച്ചവും.